ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ നമ്മൾ ലാസ്റ്റ് കണ്ട ഊർജ്ജച്ചേട്ടൻ പെട്ടെന്ന് ചാടിപ്പോയി. എൻ്റെ ലഹള കൊണ്ടാണ് എന്നെ കൊണ്ട് തോറ്റ് പോകുന്നതടക്കം. സംഭവം എന്തായാലും അടിപൊളിയുണ്ട് കേട്ടോ. കരിങ്കല്ലോണ്ട് ചെടിച്ചട്ടി ഒന്നും പറയാല്ലേ. സംഭവം നന്നായിൻ്റെ സംഭവം എന്തായാലും കൊള്ളാട്ടോ. കൃഷ്ണനും രാധയും ഒന്നും പറയല്ലേ, അടിപൊളിയുണ്ട്. ഒന്നും നോക്കല്ലേട്ടാ, പലതരം വെറൈറ്റിയിലാണ് സംഭവം ഉണ്ടാക്കിയ. ഈ സംഭവങ്ങൾ കണ്ട കുഞ്ഞു പിള്ളേർ ബോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് കളിക്കില്ല. സംഭവം പൊറോട്ട ചെയ്ത് വെച്ചേക്കണേ ആൽമറാണ് കൃഷ്ണനാ. കണ്ട സംഭവം അടിപൊളിയായി. ഒന്നും നോക്കണ്ട, ഇവിടെ കയറി പാറക്കല്ലുണ്ട് ഉണ്ടാക്കണ്ടേ. സംഭവം പടച്ചോട്ടാ, അടിപൊളിയുണ്ട് എന്തായാലും. ഇങ്ങനത്തെ ചെടിച്ചട്ടി മാത്രമല്ല കേട്ടോ, അക്കുറയും കൂടി ഉണ്ട് കേട്ടോ. 2-3 ഉണ്ട്. ശരിക്കും നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു കലങ്ങിയ മങ്ങിയ പോലെയൊക്കെയാണ് ഗ്ലാസ്സൊക്കെ ഇരുന്നത്. കോണിക്കൂടെ നോക്കുമ്പോൾ കാണാണ്ട് ഇത്ര അധികം മീൻകുട്ടികൾ ഞാൻ ടയർട്ട് കണ്ടില്ലോ. കയറാൻ മനസ്സിലാവാത്ത എന്താ മീൻകുട്ടികൾ. നേരിട്ട് നോക്കിയപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ സംഭവമൊക്കെ കാണുന്നത്. ഇത്ര അധികം സംഭവം തന്നെയായിട്ട് ഞാനിതൊന്നും അവിടെ വെച്ച് കണ്ടില്ല. നീ ഒന്നാമത് നല്ല വെയിലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ വീഡിയോ എടുക്കണേ. ഒന്നാമത് 2 പിള്ളേരെ ചെറുതൊക്കെ ഉള്ള കാരണം കൂടെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടിയായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ പിള്ളേർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അവിടെ മനസ്സിൽ. ആ ഒരു ഇതിൽ ശരിക്ക് എന്താ പറയുക, വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റില്ല. പറിച്ചിട്ടൊക്കെ എടുത്തേക്കണേ. എന്തായാലേ വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന കാഴ്ചയല്ലേ. ഈ ഒക്കെ ഇതിലധികം മീനൊന്നുമില്ല കേട്ടോ. 1-2 അങ്ങോട്ട് കാണാനുള്ള കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാട്ടോ. അക്വേറിയം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വീണ്ടും പൂ തന്നെ കാണാൻ പോവാണ് കേട്ടോ. കണ്ട മാനം പലതരത്തിലുള്ള പൂക്കളാട്ടോ കാണുന്നത്. എന്ത് ചെടിയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയണവർ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത്യാവശ്യം കുറച്ച് നാടൻ പൂക്കളൊക്കെ നമുക്കറിയുന്നല്ലാതെ ഇവിടെയുള്ള കുറേ ചെടികളും പൂക്കളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ചെടിയുടെ കായ ഞാൻ കഴിച്ചിട്ടുണ്ട്. നീര് പുളിപ്പരസാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഈ ചെടി ഉണ്ട് കേട്ടോ. കുറച്ച് നാടൻ പൂക്കൾ കേട്ടോ. ഇത് നമുക്കറിയാം ഒരുവിധ ആൾക്കാർക്കൊക്കെ. പിന്നെ ഒരുപാട് ഇപ്പോൾ പുതിയ വെറൈറ്റി പൂക്കളൊക്കെ ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. കുഞ്ഞു പൂക്കളാണ് ഏറ്റവും കൂടുതൽ ഭംഗി എടുക്കുന്നത്. ശരിക്കും നോക്കി വലിയ പൂക്കളിനേക്കാളും ചെറിയ പൂക്കൾ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പൂക്കളും ചെടികളും സംഭവങ്ങളും. ഈ ഉണ്ടപ്പൂ കണ്ട കുഞ്ഞാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണട്ടെ. പക്ഷെ തണ്ടിനൊക്കെ നല്ല ബലമാണ് ഈ പൂവിൻ്റെ. ഈ പൂവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് നോക്കി നല്ല കട്ടിയാണ് ഈ പൂവ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ നട്ട് വളർത്തി നല്ല സെറ്റപ്പിലാക്കി കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് ഒരു പൂവുണ്ടായി കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ നിൽക്കണ കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കിയേ. പൂക്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയണത് കണ്ടുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ നിങ്ങളുടെ അറ്റം വരെ ഇങ്ങനെ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടാ. ഞാൻ ഇത്രയ്ക്കുള്ളൂ പൂവെന്ന് വിചാരിച്ച് തിരിഞ്ഞാക്കി പിന്നെ വേറൊരു അവർ വഴി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പോയപ്പോൾ വേറെ ലെവലാണ്. ഇലച്ചെടികളൊക്കെയാണ് ഈ അരികനിങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ, നേരത്തെ നമ്മൾ കണ്ട ചെടികളാണിത്. കണ്ടോ, ഇലച്ചെടികളുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇലച്ചെടി. ഇത് ഫുള്ള് നാടനാണ്. നമ്മുടെ നാട്ടിൽ കണ്ടു വന്നിരുന്ന ചെടികളാണ് ഈ കാണുന്നത്, പൂക്കളും. പണ്ടത്തെ ചെടികളും പൂക്കളും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഒരുവിധം വീടുകളിൽ അത് കുറവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. എൻ്റെ പിള്ളേർ കണ്ട ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യണ അംഗങ്ങളെ പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമെന്ന് പേടിച്ചിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് റോസയാണ് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ റോസ് ഇത്ര കുറവാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ
പക്ഷേ ഇവിടെ വന്നപ്പോൾ റോസ് എൻ്റെ പൊന്നോ ചിന്തിക്കാൻ പറ്റില്ല. അത്ര കണ്ടമാന റോസുകളാണ്, പലതരം വെറൈറ്റി. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അത്രയ്ക്കധികം കണ്ടമാന റോസാണ് കണ്ടത് ഞാൻ. എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. റോസ് ഇത്രയധികം കണ്ടതിലുള്ള സന്തോഷത്തിലാണ് ഞാൻ. പക്ഷെ കുട്ടികൾ ഇങ്ങനത്തെ കണ്ടപ്പോഴാണ് അവരുടെ സന്തോഷം. നോക്ക് കണ്ടോ, ഇത് ഇങ്ങനത്തെ വലിയ താറാവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഞ്ഞു താറാവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പ്ലാസ്റ്റിക് കടലാസാണ്, ഞാൻ തൊട്ടും നോക്കിയില്ല. പക്ഷെ ഒറിജിനൽ ഫ്ലവർ അല്ല കേട്ടോ. എത്ര തരം കളറാണെന്നറിയോ ഇവിടെ പൂക്കൾ, എത്ര വെറൈറ്റി തരം പൂക്കളാണെന്നറിയോ, ചെടികൾ ഒന്നും പറയാല്ല കേട്ടോ. അത്ര കണ്ടമാനം ചെടികളാണ് ഞാൻ കണ്ടുകൂട്ടിയത്. ശരിക്കും ഇങ്ങനത്തെ പിക്ചറൊക്കെ വെച്ചത് നന്നായുള്ളൂ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെയാണ് വീട്ടിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അത് നന്നായി എന്തായാലും. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ തട്ടിമറിച്ചുള്ളത് തന്നെ പേടി. ഈ ഒരു പൂ തന്നെ പല കളറിലുണ്ട് കേട്ടോ. പല കളറിൽ പല തരത്തിലുള്ള റോസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നോക്കിക്കോളൂ, ഡബിൾ ഷെയ്ഡ് കാണാം, അല്ല ഡാർക്ക് റോസ് കാണാം, ഭയങ്കര ഡാർക്ക്. ഭയങ്കര ഡാർക്കായിട്ടുള്ള റോസാണ് കേട്ടോ അത്. ശരിക്കും റോസ് വാടി വരണതല്ല, ഭയങ്കര ഡാർക്കായിട്ടുള്ള റോസാണ്. ഡബിൾ ഷെയ്ഡ് റോസാണ് ഈ കാണുന്നത്. റോസാക്കളുടെ എണ്ണം, ഭംഗിയും, അതപ്പോൾ തന്നെ വെറൈറ്റി കളറ്, അത് എന്താ പറയുന്നത്, വെറൈറ്റി മോഡൽ തരത്തിലുള്ള നല്ല റോസുണ്ട്. വൈറ്റ് ആയി എൻ്റെ പൊന്നോ. ചെറുതുള്ള കാണാണെങ്കിൽ സമാധാനമില്ല. ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു പേടി കൊണ്ട് ഞാൻ അങ്ങനെ അവനെ നോക്കിക്കൊണ്ടാണ് വീഡിയോ എടുക്കണത്. മൂത്തം പിന്നെ അടുത്ത് നിന്നോടും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റോസുണ്ട്. അത്ര കണ്ടമാന റോസാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയതോ, നോക്ക് ഗൈസ്, നോക്ക് എത്ര എണ്ണ, നോക്ക് എത്ര കളറാ, നോക്ക് എത്ര കണ്ടമാന റോസാക്കളാ നോക്ക്. ഇത് മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് പോകുന്നതാണ്. എനിക്ക് ഇത്രയ്ക്കധികം റോസ് കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത്ര അധികം റോസാണ് കാണുന്നത്. നോക്ക് ഗൈസ്, ഇത് ഫുള്ള് റൗണ്ടായിട്ട് റോസ് മുഴുവനായിട്ട് വെച്ചേക്കാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയ റോസ് കാണാൻ. പല കളറാണ് കേട്ടോ, ഫുള്ള് പല കളറാണ്. ഫുള്ള് റൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കണത്. നോക്ക് വൈറ്റ് കളറിലെ റോസ് നോക്ക്, എന്തൊരു ഭംഗിയാകുന്നത്. ഒന്നാമത് നട്ടുച്ച സമയമാണ് കേട്ടോ. ആ സമയത്താണ് ഇത്രയും നല്ല ഭംഗിയിൽ കാണുന്നത്. എനിക്ക് എൻ്റെ കണ്ണൊന്നും ശരിക്കും കണ്ടിരുന്നില്ല. വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം. സൂര്യൻ്റെ പ്രകാശം ശരിക്കും ഫോണിലേക്ക് അടിച്ചിട്ട് എനിക്ക് ഒന്നല്ലാത്ത പോലെ എൻ്റെ കണ്ണ് നിറഞ്ഞത്. ഗൈസ്, സ്വന്തം വീടൊക്കെ ആയിട്ട് വേണം ഇതേപോലെ റോസൊക്കെ കൊണ്ടുവച്ച് നിറച്ച് വെക്കാനായിട്ട്. പക്ഷേ ഞാൻ നട്ട് പിടിച്ച് വരുമ്പോൾ ഇതേപോലെ നന്നായി പൂവുണ്ടാവും എന്നുള്ളതാണ് സംശയം. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ കണ്ടമാനം കടലാസ് പൂക്കളുള്ള ചെടി. നല്ല ഭംഗിയാണ് നിൽക്കണ കാണാനൊക്കെ ആയിട്ട്. എനിക്ക് സ്വന്തം വീടൊക്കെ ആയിട്ട് വേണം ഇവിടെ നന്നായിട്ട് ഇങ്ങനെ വളർത്താനൊക്കെ ആയിട്ട്. ഭംഗിയിൽ നോക്കണമെങ്കിൽ കടലാസ് പൂക്കളൊക്കെ ഇങ്ങനെ പന്തലിട്ട പോലെ നിൽക്കും. ശരിക്കും അത്രയ്ക്കും ഭംഗിയുള്ളൊരു ചെടിയത് കടലാസല്ലേ കടലാസ് പൂ. ഈ പൂക്കൾ ചെടി കൊണ്ട് വഞ്ചി പോലെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പൂക്കൊട്ടാന്ന് പറയണേക്കാളും ഭംഗിയും പൂവഞ്ചി എന്ന് പറയേണ്ടി വരും. നോക്കി എന്തൊരു ഭംഗിയുള്ള പൂക്കളാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട പൂക്കളാണ് കേട്ടോ അത് ഫുൾ ഇങ്ങനെ വഞ്ചിയുടെ ഉള്ളിൽ വെച്ചേക്കാണ് അവർ. നല്ല ഭംഗിയില്ല കുഞ്ഞു പൂക്കളുടെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ കുത്തി ഇങ്ങനെ കട്ട കുത്തി വേണം നോക്കുമ്പോൾ ഒരു ഭംഗിയാണ്. ഓണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ചെണ്ടുമല്ലി. നിറച്ചാണ് ചെണ്ടുമല്ലി മുട്ടിട്ടിട്ട് നോക്ക്. ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. ഫസ്റ്റ് ടൈമിലായാലും സെക്കൻഡ് ടൈം ആയാലും നിറയെ ഉണ്ടാവും. 1-2 ആളായിട്ട് നിൽക്കില്ല, ഉണ്ടാവും, നിറച്ചുണ്ടാവും.
നമ്മുടെ ജിറാഫ് അങ്ങനെ ചുറ്റും നോക്കി നിൽക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നമ്മളൊരു വേറൊരു വെറൈറ്റി കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും നല്ല കൗതുകമായി ഭംഗിയുള്ള കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെയും അതുപോലെ അകത്തായാലും ഭംഗിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കരിങ്കല്ലുകൊണ്ടാണ് കേട്ടോ ആ ടേബിളും മേശൊക്കെ സെറ്റ് ചെയ്തേക്കണത്. ശരിക്കും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇടാം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ നിങ്ങളുടെ നമ്മളീ കണ്ട ചെടികളുടെ വിത്തുകളും തൈകളും എല്ലാം ഇവിടെ നിന്ന് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ഓർക്കിഡാണ് കേട്ടോ. ഇവിടെ പല കളറ്, അതേപോലെ തന്നെ പലതരം ഓർക്കിഡ്. ഇത് ഓരോ തൈക്ക് ഞാൻ 2-3 വില ചോദിച്ചപ്പോൾ 450, അതേപോലെ തന്നെ 700, 500 ചില്ലാനൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ വീട്ടിലൊരു 2-3 പല കളറിലുള്ളതുണ്ട്. അങ്ങനെ സന്തോഷിച്ച് സമാധാനിക്കുന്നു. വീടൊക്കെ ആയിട്ട് വേണം എങ്ങനെയൊക്കെ നമുക്ക് വളർത്താനായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലവർ ഷോ അവസാനിക്കാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും മറ്റേ റോബോട്ടിക്സിൻ്റെ സംഭവങ്ങൾ പോലത്തെ കാര്യങ്ങളാണ് കേട്ടോ കണ്ടത്. ശരിക്കും ഇങ്ങനത്തെ ഞാൻ നമ്മൾ കൂടുതലും എക്സിബിഷനിൽ കാണുന്ന പോലെ എനിക്കൊരു ഫീലാണ് വന്നത്. കാരണം ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു. കുഴപ്പമില്ല കേട്ടോ, അത് നമ്മുടെ മക്കൾക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടി, പിന്നെ നമുക്ക് അവർക്ക് അറിവും കൂടിയും കിട്ടാൻ സാധിച്ചു അതിൽ നിന്ന്. ശരിക്കും റോബോട്ടിക്സിൻ്റെ ഏരിയ വരുമ്പോൾ ഒരു വേറെ ലോകമായിട്ട് തോന്നിട്ടാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ ദേഷ്യം വന്നു തുടങ്ങി. അമ്മയെ കുറേ ദൂരമായി നടക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം അടിച്ചു തുടങ്ങി. അപ്പോൾ അത് ഈ ആൺകുട്ടിടാവ് ചോദിച്ചു, നിനക്ക് വേണോടാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മകൻ വേണമെന്ന് പറഞ്ഞത് കയറി നിൽക്കണേണ്ട. ഇവനങ്ങനെ അധികം പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം അവൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ കയറി നിൽക്കാമെന്ന് പറഞ്ഞ് അവൻ അതിനനുസരിച്ചിട്ട് അവൻ ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് കാല് കുറച്ച് അടിക്ക് താത്തറ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അതുപോലെ ചെയ്തു കേട്ടോ. എന്നാലും എൻ്റെ മക്കൾക്ക് ഇത്ര ദൂരം നടന്ന് അവന് ദേഷ്യം വന്നു തുടങ്ങിയ സമയത്താണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി അവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത്ര സമയം നടന്ന് വന്നിട്ട് ഇങ്ങനൊരു വെറൈറ്റി ലോകത്തിലേക്ക് എത്തണം അവരറിഞ്ഞിട്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ചേട്ടനോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടാണ് അവൻ. അത് കഴിഞ്ഞിട്ട് അവൻ എന്നേക്കാളും കൂടുതൽ വീക്ഷണമായിരുന്നു അവൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കുട്ടികളൊക്കെ എൻ്റെ പിള്ളേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു തുടങ്ങി ഇതൊക്കെ കണ്ടിട്ട്. അത് ഇവരുടെ ഒരു മായാലോകത്തിലേക്ക് എത്തിയ പോലെ ആയിരുന്നു ഇവരതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയിൽ അങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് പഠിച്ച് നീങ്ങാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനത്തെ കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പിള്ളേർ നടന്നു. നമ്മുടെ സോണി മോനെ റോബോട്ടിനെ കണ്ടിട്ട് ആകെ അന്തം വിട്ടിട്ടാണ് നിൽക്കണേട്ടാ. അവൻ ഇതൊക്കെ കണ്ടിട്ട് അവൻ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അമ്മ ഇതൊക്കെ എന്നോട് ചോദിക്കും. എനിക്ക് വരുന്നത് പിടികിട്ടു. ഇവന് മറ്റേ കോളേജിൽ പഠിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. ഇത് എന്തൊരു ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ അത് കാണുന്നത്. എൻ്റെ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് തുടങ്ങി. അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിള് ഇങ്ങനെയൊക്കെ അവർ കണ്ടപ്പോൾ ശരിക്കും നമ്മളെക്കാൾ എൻജോയ്മെൻ്റ് ആയി അവർ. അങ്ങനെ നമ്മുടെ സോണിമോൻ തിരിഞ്ഞ് നമ്മുടെ ഈ പ്ലാസ്മ ബോളിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. പിന്നെ അവൻ്റെ വീക്ഷണം മുഴുവൻ അതായിരുന്നു. ഞാനും കേട്ടോ
ഇവിടെ കൈ വയ്ക്കുമ്പോൾ ഈ ഇവിടെ കണ്ടോ, ഈ ഫ്രെയിമിൽ വേറെ എന്തൊക്കെയോ കാണിക്കും. അങ്ങനെ നമ്മൾ എത്ര നേരം ഫ്ലവർ ഷോ കണ്ടിട്ട് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെന്തായാലും പിള്ളേരുകൾക്ക് അടിപൊളിയായിരിക്കും. അവരുടെ മനസ്സിന് അതൊരു വേറെ രീതിയിലാണ് അവർ കൊണ്ടെത്തിച്ചത്. പിന്നെ ഞാൻ വീട് എത്തുന്ന വരെ ഇവർക്ക് ഇതിൻ്റെ ചർച്ച തന്നെയായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഒരു ഗ്രാമം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ട. ഇവിടെ വന്നപ്പോൾ ഫുള്ള് കൗതുകമാണ് കേട്ടോ കാണുന്നത്, ഫുള്ള് കൗതുകം. എന്നൊക്കെ ടീക്കട റോബോട്ടാണ് കംപ്ലീറ്റ്. ഇവിടെ വന്നപ്പോൾ വേറൊരു മായ ലോകമാണ് കേട്ടോ, ഫുള്ള് റോബോട്ടാണ്, ഫുള്ള് റോബോട്ട്. അവരെന്തൊക്കെയാണ് ചെയ്തിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കണ്ടോട് കൂടിയിട്ട് എൻ്റെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവർക്ക് ഭയങ്കര കാണിച്ചു കൊടുത്തതിന് അമ്മ ഇത് സൂപ്പറായിട്ട് അമ്മ ഇത് കൊണ്ടുപോകുക അത് കൊണ്ടുപോകുക എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. എന്തായാലും അവർ ഹാപ്പി ആയപ്പോൾ എനിക്ക് മനസ്സിന് നല്ല സന്തോഷമായി. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ആ ഒരു റോബോട്ടിക്സിൻ്റെ ഭാഗം തൊട്ട് ഫുള്ള് നമ്മുടെ എക്സിബിഷൻ സ്റ്റാൾ പോലെയായി. ശരിക്കും ഫ്ലവർ ഷോ ഫസ്റ്റ് കാണുന്ന ഒരു ഇത് മാത്രമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഫുൾ എക്സിബിഷൻ സ്റ്റാളുകൾ പോലെ അങ്ങനെ കുറേ അങ്ങനെ കടകൾ കൊച്ചടകോരൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഷോ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.